ഇത് തുറക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എന്ത് താമസം എന്ത്? വാർഡ് കൗൺസിലറാണ്. ഇവരാണ് നേരത്തെ പറഞ്ഞത് ഗോഡൗൺ ആണെന്ന്. അപ്പോഴാണ് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പറഞ്ഞത് ഗോഡൗൺ അല്ല, ഭക്ഷണശാലയാണ്. ഉള്ളി തൊലിക്കുന്നത്, മാവ് കഴിക്കുന്നതും ഒക്കെ നമ്മൾ കൊടുത്തായിരുന്നു വിഷ്വൽ. ഒരു സെക്കൻഡ് തുറക്കാൻ ഇത്ര താമസം എന്ത്? തുറക്കാൻ എവിടെ? നിങ്ങൾ ആളിനെ വിളിക്ക്, നിങ്ങൾ മാനേജർ എവിടെ? വിളിക്കേ. നിങ്ങൾക്ക് മാനേജറൊന്നും ഇല്ലേ? എന്നാ പുറത്തിറങ്ങ്, എല്ലാവരും പുറത്തിറങ്ങ് എല്ലാവരും. ഇല്ലെങ്കിൽ ഞാൻ പൂട്ടി താക്കോലെടുക്കുക. പുറത്തിറങ്ങ്. ഞങ്ങൾക്ക് തരേണ്ട ഒരു വാക്ക്, പിന്നെ നിങ്ങൾ കാണിക്കുന്ന വേറൊരു വാക്ക്. എല്ലാവരും ഇറങ്ങ്, വെളിയിൽ ഇറങ്ങ്. ഒരാൾ പോലും അതിൻ്റെ അകത്ത് കാണരുത്. ഇറങ്ങ്. നിങ്ങൾ അടുപ്പൊക്കെ ഓഫ് ചെയ്തോ? ഇറങ്ങ്. ഞങ്ങളിലാണ് കളിക്കുന്നത്. നമുക്ക് തന്ന വാക്ക് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കൂല, പിന്നെ ഗോഡൗൺ മാത്രമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അന്ന് ഒരു താക്കീത് തന്നിട്ട് നിർത്തിയത്. ഈ നിലവിലുള്ള വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് കാണിച്ചത്? വീണ്ടും ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന, നമ്മളൊരുമാതിരി മോശക്കാരാക്കുന്ന രീതി. കോർപ്പറേഷന് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലേ? നോക്കട്ടെ, അപ്പുറത്ത് നോക്കട്ടെ. ഇറങ്ങി എല്ലാവരും ഇറങ്ങി. ഇത് പൂട്ടിയെന്നാണോ അവർ പറഞ്ഞത്? ഹലോ, കിച്ചൺ മാറണ്ട, ഞാനിത് പൂട്ടിക്കുന്നു. ഇനി നിങ്ങളുടെ സംസാരമൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. ഇനി ഇവിടെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാനിത് പൂട്ടും. നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഇറങ്ങാൻ പറഞ്ഞോ. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞോ. മാനേജറാണ് വിളിച്ചത്. ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇനി പിന്നെ ഗോഡൗൺ ആയിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു സ്ഥാപനമില്ലേ, നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. 2 ആഴ്ചയായി പറഞ്ഞിട്ട്. ഞങ്ങൾ ഇനി സ്ഥാപനത്തെ പൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ ആഴ്ചയിലൊക്കെ വന്ന് കാണുന്നതാണ്, ഇവർക്ക് താക്കീത് കൊടുക്കുന്നതാണ്. അല്ല, ഞങ്ങളടുത്ത് പറഞ്ഞല്ലോ. ഞങ്ങളുടെ പറഞ്ഞോട്ടെ, ഇതൊരു സ്ഥാപനമാണ്. നമുക്ക് കയറി ഒരുപാട് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല സഹോദര. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാണുന്നതാണ്. ഞങ്ങളടുത്ത് അതെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചോട് പറഞ്ഞ വാക്ക് ഗോഡൗൺ എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ ഈ വിഷയം ഞങ്ങൾ കണ്ടത് കൊണ്ടാണ് ഇവിടെ എന്നോടൊപ്പമുള്ള പലർക്കും അറിയാം. ഈ വിഷയം ഞങ്ങൾ വന്ന് കാണുന്നു. എയർപോർട്ട് ഹെൽത്ത് ഞങ്ങളുടെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ആളിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ താക്കീത് കൊടുത്തു. 1 മാസത്തിനകം ഇത് മൊത്തം മാറ്റിയതിന് ശേഷമേ. മാസങ്ങൾക്ക് മുമ്പേ ഇത് നടത്താവെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടാണ് ഈ മെഷീൻ അവർ ഘടിപ്പിച്ചത് ഇവിടെ. എന്നിട്ട് ഇതിന്റെ ഫ്ലോ അങ്ങോട്ടാക്കി, ഫ്രണ്ടിലോട്ടാക്കി. അപ്പം ആൾക്കാർക്ക് റോഡിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, റോഡ് വഴി നടക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പല ആവർത്തി നമ്മൾ താക്കീത് കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 1 മാസത്തിനകം മാറിത്തരാമെന്ന് പറഞ്ഞു. മൊത്തം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വെമ്പായത്ത് എവിടെ സ്ഥലം എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു സാധനമില്ല, നമുക്ക് പെട്ടെന്ന് ഗോഡൗൺ ആണ് എന്ന് താങ്കളോട് പറഞ്ഞത് എപ്പോഴാണ്? ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ ഈ വിഷയം ബന്ധപ്പെട്ട് ഞങ്ങൾ നാട്ടുകാരുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഡം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാഫിന് ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്ന് നിർത്തുന്നു. ഞങ്ങൾ ഗോഡൗൺ ആയിട്ട് ഇത് ഉപയോഗിക്കും. കാരണം ഹോൾസെയിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. റീറ്റെയിലായിട്ട് ഗോഡൗണിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ ഇവിടെ പാചകം ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധ ഇല്ല, നാട്ടുകാർ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് പ്രദീപ് വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വലിയ ദുരിതമാണ് പ്രദീപ്, ഞങ്ങൾ അവിടെ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ വിഷയം നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് എന്തായാലും നമ്മൾ പൂട്ടുന്നു. ഇനി ഇതിലും അപ്പുറം വേറെ സംസാരമില്ല. അതായത് ഒരുപാട് തവണ താക്കീത് കൊടുത്തതാ ചെയ്യുന്നില്ല. ഹെൽത്തുകാർ 2 നോട്ടീസ് കൊടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ഇവിടെ. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. അത് ഹെൽത്തുകാർക്ക് അറിയാം. നമുക്ക് ലൈസൻസ് ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. അത് അതോറിറ്റി നോക്കേണ്ട. നഗരസഭ അത് കൗൺസിലർ എന്ന നിലയിൽ അത് അന്വേഷിക്കാൻ വേണ്ടി പറയില്ല. അല്ല, ഹെൽത്തുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ലൈസൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതേ അറിയാം. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങി നോക്കേണ്ട കാര്യമില്ല. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ട സ്ഥാപനമില്ല. നമുക്ക് ആ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള പെർമിഷനും ഇല്ല. അത് നഗരസഭയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നഗരസഭ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം കൗൺസിലർ ആരുടെ ഭാഗത്തു നിന്നുള്ളതാണ്? അല്ല കൗൺസിലർ സ്വന്തം നിൽക്കും? എൻ്റെ ജനങ്ങളാണ് എനിക്ക് വലുത്. എൻ്റെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പൂട്ടും. അതാണ് ഒരു താക്കീത് കൊടുത്തത്. ഒരു സ്ഥാപനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രദേശത്ത് കുറേ പേര് ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടും പരിഹരിക്കാൻ മേഡത്തിന് പലതവണ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. മേഡം മൈൻഡ് ചെയ്തില്ല എന്നാണ് നാട്ടുകാർ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു സ്ഥാപനം പൂട്ടാൻ കുറച്ച് 3 മാസത്തെ സാവകാശം കൊടുക്കണ്ടേ? നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. അവരിത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഇത് സ്ഥാപിക്കണം. അതിനുള്ള സാവകാശമാണ് നമ്മൾ കൊടുത്തത്. ഇപ്പം നമ്മൾ കൊടുത്ത താക്കീതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥാപനം മാറ്റാൻ സാവകാശം എടുത്തു, പക്ഷേ ഇനി ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ് എല്ലാം ഉൾപ്പെടെയാണ് പുറത്താക്കിയത്. ഇനി ഇവിടെ ഫുഡ് സാമ്പാറും ചോറും ഉണ്ടാക്കി ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ട് ഇതെല്ലാം കൊണ്ട് അവർ പോയത്. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള ഈ സംഭവം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനത് മണ്ണിട്ട് മൂടിക്കും. പക്ഷെ അവിടെ കിടക്കല്ലേ? അല്ല, അത് മണ്ണ് കുറച്ചേ മൂടിയിട്ടുള്ളൂ. ഇനി മൊത്തം മണ്ണിട്ട് മൂടുമ്പോൾ അത് മാറും. അല്ലെങ്കിൽ അവർ അത് കനിഞ്ഞിറങ്ങല്ലേ താഴേക്ക്? അല്ല, അത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സക്കിംഗ് മെഷീൻ കൊണ്ടുവന്ന് വലിച്ചെടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കണം. എന്തായാലും സ്ഥാപനം ഇന്ന് പൂട്ടും. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് സംസാരിക്കാം.
വെളിയിലിറങ്ങും നിങ്ങൾ എല്ലാവരും വെളിയിറങ്ങും. പിന്നീട് എന്താണെന്ന് തീരുമാനിക്കാം. ഇറങ്ങിക്കോ. ഓഫ് ചെയ്തിട്ട് വെളിയിറങ്ങിക്കോ. ഇത് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതാണോ? അതിന്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. എനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. അല്ല, ഇന്ന് ഇവരുണ്ടാക്കിയത് നമുക്കൊരു മാനുഷിക പരിഗണന അല്ല. ഒരു സെക്കൻഡ്, നമുക്കൊരു മാനുഷിക പരിഗണന. ഇവർ ഇന്ന് ഉണ്ടാക്കിയത് മാത്രം ഇവിടെ വെച്ച് പാക്ക് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതെ 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 നിലവിലുണ്ടാക്കി. ഇനിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ കളയാൻ പാടില്ലല്ലോ. അതെ അതെ. എന്നിട്ട് വന്നോ. ഇതാ ഇവിടുത്തെ പ്രശ്നം.